നമസ്കാരം, ഇത് IBN മലയാളം. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് തന്നെ വിളിക്കൂ. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരരുടെ നട്ടിൽ തകർത്ത് ഇസ്രയേൽ മുന്നേറുന്നു. ഒരേ സമയം പാലസ്തീനിലെ ഹമാസ്, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി ഭീകരരെയാണ് ഇസ്രയേൽ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പിന്തുണയുള്ള ഭീകരരുടെ ശക്തിദുർഗങ്ങൾ ഇസ്രയേൽ തകർക്കുകയാണ്. ഇറാന്റെ പരമോന്നത മതനേതാവ് ആയത്തുള്ള അലി ഖൊമേനി പോലും രഹസ്യ കേന്ദ്രത്തിലാണ്. ഇസ്രയേലിന്റെ വ്യോമ ആക്രമണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ലെബനിലെ ഹിസ്ബുള്ള ഭീകരർ തകർന്നടഞ്ഞു. തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചെങ്കിലും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. നസ്രുള്ളയുടെ വധം പ്രധാന നാഴികക്കല്ലായിരുന്നു. എന്നാൽ ഇത് അവസാന നടപടിയല്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഇസ്രയേൽ കരയുദ്ധം ഏത് നിമിഷവും ആരംഭിക്കുമെന്നാണ് ഗാലന്റ് നൽകുന്ന സൂചന. ആക്രമണത്തിനൊരുങ്ങി ഇസ്രയേൽ കവചിത വാഹനങ്ങൾ ലെബനൻ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇസ്രയേൽ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസ് ഇരിക്കുന്ന ബഹുനില കെട്ടിടം തകർന്നു. കോലയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തങ്ങളുടെ 3 നേതാക്കൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ പറഞ്ഞു. തെക്കൻ ലെബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വവും വ്യക്തമാക്കി. ഫത്താഹ് ഷെരീഫ് അൽ അമിനാണ് കൊല്ലപ്പെട്ടത്. പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇയാൾ. ഇതിനിടെ ലെബനിലെ ഹൂതി ഭീകരരുടെ ആക്രമണത്തിന് ഞായറാഴ്ച വൈകിട്ട് ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട ശേഷം 2 ദിവസമായി ഇസ്രയേലിന് നേരെ ഹൂതി ഭീകരർ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹമാസുമായി ഇസ്രയേൽ പോരാട്ടം ആരംഭിച്ച ശേഷം ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്കെതിരെ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഇതിനുള്ള തിരിച്ചടിയാണ് ഇസ്രയേൽ നടത്തുന്നത്. പവർ പ്ലാന്റുകൾ, യമനിലെ റാസിസ, ഹൊദൈദ തുറമുഖം എന്നിവയുൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഡസൻ കണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത്. അതിശക്തമായ വ്യോമാക്രമണത്തിൽ യമനിൽ വൻ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. യമനിലെ വ്യോമാക്രമണത്തിന് ശേഷം ഇസ്രയേലിന് എത്താനാവാത്ത ഒരിടവും ഇല്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നാണ് യോവ് ഗാലന്റ് പറഞ്ഞത്. ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനിൽ 24 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് IBN മലയാളം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി മുതൽ നിങ്ങളുടെ കൺമുന്നിൽ ഇരുന്ന് തന്നെ ട്യൂഷൻ പഠിക്കാം. 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള AKN സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാൻ അവസരം. സ്റ്റേറ്റ് സിലബസുകാർക്കും CBSE സിലബസുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സെൻട്രൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്പെഷ്യൽ ട്യൂഷൻസ് ഉൾപ്പെടെ ലഭ്യമാണ്. 1-to-1 ക്ലാസ്സസും അവൈലബിൾ ആണ്. മാത്രമല്ല, എക്സാമിന് തൊട്ട് മുമ്പുള്ള എക്സാം ക്രാഷ് കോഴ്സസും ഇവിടെ ലഭ്യമാണ്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. ഹറിയപ്പ്. ബുക്ക് ചെയ്യേണ്ട നമ്പർ 9778088168 85907536444.